അടിപൊളി പടം. കമൽഹാസൻ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് ആണ് പടം. അടിപൊളി പടം. കമൽഹാസൻ അടിപൊളി. എല്ലാവരും സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ജോജു എല്ലാവരും, ജോജു, സിലംബരസൻ എല്ലാവരും സൂപ്പറായിട്ട്. അടിപൊളി പടം. ആക്ടിംഗ് ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ എനിക്കിഷ്ടായില്ല. ലാസ്റ്റ് കുറച്ച് ഇമോഷൻ ഇത്തിരി ഉള്ളൂ, അല്ലാതെ അടിപൊളിയായിരുന്നു. എന്റെ അനിയത്തി ഇതില് യങ് ചന്ദ്ര ക്യാരക്ടർ ചെയ്തു. അപ്പോൾ ഭയങ്കര അവളുടെ ഡെബ്യൂ മൂവി ആയിരുന്നു. അതും മണിസാറിന്റെ മൂവി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയ ഒരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഈ സിനിമ എപ്പോഴും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ. ആ ഒരു ഫൈറ്റും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട തിയേറ്ററും ആ ഒരു സറൗണ്ടിങ്സിലാണ്. അടിപൊളി പടം. ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. മാസൊന്നും പ്രതീക്ഷിച്ചു പോകണ്ടത്. നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളി. എല്ലാ ആക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി നല്ലോണം. ജോജു ചേട്ടൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് ആണ് പടം. അതെ, ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. സിംബു പ്രത്യേകിച്ച് നല്ലതായിരുന്നു. ഫിലിം നല്ല ഫിലിമാണ്. ആക്ച്വലി ഒരു എബോ ആവറേജ് മൂവി. കാര്യം പഴയ കുറച്ച് സിനിമകളിലൊക്കെ ഒരു റെഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. റെഫറൻസ് അല്ല, ഒരു കഥ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് കാലം മുമ്പ് ഇറക്കുന്ന സിനിമയായിട്ട് ഫീൽ ചെയ്തു പോയി. പക്ഷെ എന്നാലും പെർഫോമൻസ് എല്ലാം കൊള്ളാം. ARന്റെ സ്കോർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈറ്റിൽ സ്കോർ ഒക്കെ അടിപൊളിയാണ്. ഐശ്വര്യലക്ഷ്മി ഒക്കെ കുറച്ച് നേരം ഇറങ്ങി പോലും പെർഫോമൻസ് വൈസ് അടിപൊളിയായിട്ടുണ്ട്. ജോയിച്ചേന്റെ പെർഫോമൻസ് കൊള്ളാം, പുള്ളി അടിപൊളിയാണ്. പക്ഷെ ആ ഒരു സ്ക്രീൻ ടൈം വിചാരിച്ച പോലെ ഫീൽ കിട്ടിയില്ല. എന്നാലും സിനിമയിൽ ആ ഒരു പുള്ളിയുടെ ഒരു പ്രസൻസ് നന്നായിട്ടുണ്ട്. എന്തായാലും സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. മേക്കിംഗ് അടിപൊളിയാണ് സിനിമയുടെ. കാര്യം മേക്കിംഗ് ത്രൂ ഔട്ട് അടിപൊളിയാണ്. ഈ സ്ക്രിപ്റ്റാണ് ചില സ്ഥലത്ത് ഈ ലാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്ക്രിപ്റ്റിന് ഒരു മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. കുറച്ച് നല്ല സ്ക്രിപ്റ്റ് ആവായിരുന്നു. കാര്യം ഇത്രയും നല്ലൊരു ടെംപ്ലേറ്റിൽ കാര്യങ്ങളൊക്കെ സിനിമ വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് വരായിരുന്നു. കണ്ടിരിക്കാന്ന് മാത്രം. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. 38 വർഷങ്ങൾക്ക് ശേഷം കമലഹാസൻ തഗ് ലൈഫ്. എന്തായാലും നമ്മൾ 38 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കമലഹാസൻ മണിരത്നം കോംബോയിൽ വന്നിട്ടുള്ള സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് തിയേറ്ററിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷേ ഇന്ത്യൻ 2 പോലെ ഒരു പരാജയപ്പെട്ട സിനിമ ഒന്നും പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സിനിമയല്ല തഗ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിന്റെ മാസ് ക്ലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രില്യന്റ് ഡയറക്ഷനാണ്. അതുപോലെ ക്യാമറ വർക്ക്, രവി കെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്രില്യന്റ് വർക്കാണ്. അതുപോലെ മ്യൂസിക് ഒരുപാട് നമ്മളായിട്ട് ലാഗ് അങ്ങനെയുള്ള ഒരു മ്യൂസിക് അല്ല, വേറൊരു പാറ്റേൺ പിടിച്ചു പോകുന്ന ഒരു പുതുമയുള്ള ഒരു മേക്കിംഗ് രീതിയാണ് എന്തായാലും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണെന്നുള്ള സംശയം വിചാരിക്കേണ്ട. ചിമ്പു, തമിഴ് ഇൻഡസ്ട്രി ഇനി ഭരിക്കാൻ പോകുന്ന ചിമ്പു ആയിരിക്കും. കാരണം ഒരു ചിമ്പുവിന്റെ ഒരു കമ്പാക്കാണ്. അതുപോലെ ജോജു ജോർജ്, മലയാളത്തിൽ നമുക്കിപ്പോൾ ഒരു അഭിമാനമുള്ള ഒരു താരം ജോജു ജോർജ് ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ജോജു ജോർജ് പോലുള്ള ഇത്രയും വലിയ ആക്ടറൊക്കെ വന്ന് അഭിനയിക്കുമ്പോൾ ഇനിയും വലിയ വലിയ സിനിമകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ. നല്ല രസമുള്ള സിനിമയാണ്. എന്തായാലും നമുക്ക് പ്രേക്ഷകന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ സിനിമയെ ഞാൻ പറയുന്നത് അനാവശ്യമായ വിമർശനങ്ങൾ കൊടുത്ത് യൂട്യൂബർമാർ ഈ പറഞ്ഞ പോലെ ട്രോളാതെ ഈ സിനിമയായിട്ട് തന്നെ കണ്ട് ആ പ്രേക്ഷകരെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. എനിക്കിഷ്ടപ്പെട്ട് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, പ്രേക്ഷകർക്കും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയായിട്ട് തന്നെ എൻ്റെ ഫീൽ എനിക്ക് തോന്നിയത് ഒരു